വെറും 5 മിനിറ്റിനുള്ളിൽ നല്ലൊരു പാൽ സർബത്ത് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. വെറും 5 മിനിറ്റ് മതി. അപ്പം നോമ്പിലൊക്കെ നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് സർബത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. നമുക്ക് ദാഹം മാറും, വിശപ്പ് മാറും, അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കത്തില്ലേ, അപ്പം അതിലും രുചിയാണ് ഇത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, വിരുന്നുകാരൊക്കെ നോമ്പ് തുറക്കലിനൊക്കെ വരുമ്പം ഉണ്ടാക്കി നോക്കിക്കോട്ടോ. എന്തായാലും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം കൂടി വന്ന് പറഞ്ഞു കേട്ടോ, കാരണം അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ഒരു 4 കുഞ്ഞ് ചെറുപഴം എടുക്കാം കേട്ടോ. ഞാലിപ്പൂവമ്പഴമോ അല്ലെങ്കിൽ പൂവമ്പഴം എടുക്കാം. നമുക്ക് ഈ പാളയംകുടമ്പഴം അതുപോലെ റോബസ്റ്റ് ഒക്കെ അല്ലേ, അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ ഈ പൂവമ്പഴം ഞാലിപ്പൂവിനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം അത് ഒരു 4 എടുക്കാം കേട്ടോ, ചെറുപഴം. പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഞാനിപ്പോൾ ഒരു 4 ചെറുപഴം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പാല് നമുക്ക് ഇതുപോലെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങോട്ട് എടുത്ത് ഒഴിച്ചു കേട്ടോ. ഇനിയിപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടത്തിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോരാണ് വെള്ളം ചേർക്കണമെന്ന് വെച്ചിട്ടനുസരിച്ച് വെള്ളം ചേർത്തോട്ടോ. ഇനി 2 ഏലക്ക ഒന്ന് പൊടിച്ചിട്ടോട്ടോ, ചതച്ച് പൊടിച്ചിട്ടോളണം. നിങ്ങൾക്കുണ്ടല്ലോ വാനില എസൻസ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഏലക്ക പകരം വേണമെങ്കിൽ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്ക, എല്ലാവരും വീട്ടിൽ ഏലക്ക ഉണ്ടാവത്തില്ല, 2 ഏലക്ക അങ്ങ് പൊടിച്ചിട്ടോട്ടോ. നല്ല രുചിയാണ്. അത്യാവശ്യം ചെറിയൊരു കൊഴുപ്പുണ്ട് കേട്ടോ. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫ്രൂട്ട്സ് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരു ആപ്പിളിൻ്റെ ഒരു കഷ്ണം, നമുക്ക് ഒരു ആപ്പിൾ ഫുള്ള് എടുക്കണ്ട കേട്ടോ. നമുക്ക് എന്താ സർബത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങൾ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞു സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടോ കേട്ടോ. ആപ്പിളൊക്കെ ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് കുനുകുന ഇതുപോലെ സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തോട്ടോ. ആപ്പിൾ നമുക്കത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സർബത്തിൽ. അപ്പോൾ ആപ്പിൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുന്തിരി ഉണ്ടെങ്കിൽ ഒരു മുന്തിരി നമുക്കൊരു 3 പീസ് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇടാട്ടോ. പിന്നെ ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം 1-2 അത് കൂടെ കൂടിയിട്ട് ഒന്ന് സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടോ കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന ടൈമിൽ ദാഹം മാറും, വിശപ്പ് മാറും, അത്രയ്ക്കും നല്ലൊരു സർബത്താണിത്. അപ്പോൾ അതെ ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് കൊട്ടിയെടുത്തോട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പാലുണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങോട്ട് എടുത്തങ്ങോട്ട് ഒഴിച്ചോട്ടോ. ഇനി മിക്കവരുടെയൊക്കെ വീട്ടിൽ മിൽക്ക് മെയ്ഡ് ഇരിപ്പുണ്ടെങ്കിൽ ആ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ, അതിനിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മിൽക്ക് മെയ്ഡ് ഇല്ലയെന്ന് ഓർത്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാനിപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, ഇല്ലയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര നമ്മൾ പാലും പഴം കൂടെ അടിക്കാൻ നേരത്തെ നിങ്ങൾക്ക് പഞ്ചസാരയും കൂടെ ചേർത്തങ്ങ് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ഞാൻ വിട്ടുപോയായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കസ്കസ് കുതിർന്നതും അതും കൂടെ കൂടി ഇങ്ങോട്ട് വാനിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കേട്ടോ. ഇനി ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു 6 മണി ടൈമിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ അങ്ങനെ തന്നെ എടുത്തങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ബാങ്ക് കൊടുക്കുന്നൊക്കെ ടൈമിൽ ഒരു 5 മിനിറ്റ് മുൻപൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടെടുത്താൽ മതി കേട്ടോ. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണുപ്പിച്ച് തന്നെ കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 5 മണി ടൈമിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പം കുറച്ച് ഒരു 6 മണിയൊക്കെ 6:30 ആകുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് വെട്ടം അങ്ങോട്ട് കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മണി ടൈമിലാണ് ഇപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി കാണിച്ചത് കേട്ടോ. അപ്പം ഞാനിത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഉണ്ടാക്കിയതുകൊണ്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയാണ്. അപ്പം നിങ്ങൾ നേരത്തെയൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ. അപ്പം അതല്ലാണ്ട് നമ്മൾ പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഐസ് ക്യൂബ്സും ഇട്ടെടുത്തോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്നതിലും അതിലും ടേസ്റ്റാണ് കേട്ടോ ഇത്. ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ കൂടെ കൂടി നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വെക്കണതുകൊണ്ട് തന്നെ പ്രത്യേക രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.